ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല സെറ്റായിട്ട് നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഞാനടക്കമുള്ള എല്ലാ ആൾക്കാരും ഇതേപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമ്പോൾ ക്ലീനിങ് ടിപ്സ്, ക്ലീനിങ് മോട്ടിവേഷൻ ടിപ്സ്, 5 മിനിറ്റിൽ എങ്ങനെ വൃത്തിയാക്കാം, 2 മിനിറ്റിൽ എങ്ങനെ വൃത്തിയാക്കാം, ഇങ്ങനത്തെ ഡിഫറെൻറ്റ് കണ്ടൻറ്റാണ് ഡേ ബൈ ഡേ ഫോർ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ റീസൺ എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ താമസിക്കുന്ന ഒരിടം, അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, നല്ല വൃത്തിക്കും മെനയ്ക്കും കൊണ്ട് നടക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. കാരണം എന്താ, ഒരു വൃത്തിയില്ലാത്ത അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയുക, നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അല്ലേ? അപ്പം അതേപോലെ തന്നെ നല്ല വൃത്തിയും മെനയും അടുക്കും ചിട്ടയുമുള്ള സ്പേസിലാണ് നമ്മളുടെ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് കിട്ടാൻ പോണേന്നറിയോ? ഓഫ് കോഴ്സ് ഇത് എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ ജപ്പാൻ കുട്ടന്മാർ തന്നിരിക്കുന്ന ടിപ്സാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ വീടും പരിസരമൊക്കെ ഉണ്ടല്ലോ, നമ്മളെപ്പോഴും നല്ല വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചാലുണ്ടല്ലോ, നമുക്ക് ഭാഗ്യം വരുന്ന വഴി അറിയില്ല മക്കളെ. വേറൊന്നുമല്ല, നമ്മളുണ്ടല്ലോ നമ്മുടെ വീടൊക്കെ നല്ല സെറ്റായിട്ട് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡായിരിക്കും. നമ്മുടെ മനസ്സ് പോസിറ്റീവാണ്, ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ 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 നല്ല കാര്യങ്ങൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യും. അതേസമയം നമ്മൾ താമസിക്കുന്ന സ്ഥലം വലിച്ചു വാരിയിട്ടിരിക്കണു, അവിടെ ചെളി ഇവിടെ ചെളി, അവിടെ ഒരു കുന്നുകൂട്ടി കുറേ സാധനങ്ങൾ വെച്ചിരിക്കുന്നു, അത് കാണുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വൈബല്ലേ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് മൈൻഡുള്ള അടുത്തോട്ടേക്ക് ഭാഗ്യം വരില്ല. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള സൈഡിലോട്ടേക്കായിരിക്കും ഈ ഭാഗ്യങ്ങളൊക്കെ വരാൻ വേണ്ടി നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ എവിടെയെങ്കിലുമൊക്കെ വൃത്തിയായിട്ട് കിടക്കണമെങ്കിൽ ഓടിപ്പോയി വൃത്തിയാക്കിക്കോ. പിന്നെ ഇല്ലേ, ഈ വൃത്തിയാക്കുന്ന, അതായത് നമ്മുടെ വീടും പരിസരമൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നല്ല ഒബ്സർവേഷൻ സ്കില്ലായിരിക്കും. ഈ ഒബ്സർവേഷൻ സ്കില്ലെന്ന് പറയുമ്പം നമ്മൾ എന്താ പറയുക, ഇതിന് നിരീക്ഷിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഗതിയാണ്. ഈ ഒബ്സർവേഷൻ സ്കില്ല് നമ്മൾക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ, വീട് വൃത്തിയാക്കുമ്പം നമ്മൾ എന്താ പറയുക, മേല് മാത്രം ഇതാക്കണോ അല്ലെങ്കിൽ തറ മാത്രം തൂത്ത് അങ്ങനെയല്ലല്ലോ. വീടിൻ്റെ ഓരോ മുക്കും മൂലയും കോണും ഒക്കെ അരിച്ച് പെറുക്കിയിട്ടായിരിക്കും നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേ. അങ്ങനെ നമ്മൾ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും കണ്ടുപിടിച്ച് എവിടെയാ ചെളിയുള്ളേ അല്ലെങ്കിൽ എവിടെയാ പൊടിയുള്ളേ, അതൊക്കെ നോക്കി 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 നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഒബ്സർവേഷൻ സ്കില്ല് നമുക്ക് വരും. കാരണം മൈന്യൂട്ടായിട്ട് എവിടെയെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു പൊടി ഉണ്ടെങ്കിൽ പോലും നമ്മൾക്കത് കണ്ടുപിടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെ പരിചയപ്പെടുമ്പോണ്ടല്ലോ, അവരെ നല്ല രീതിക്കൊന്ന് ഇങ്ങനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവ് നമുക്ക് കിട്ടും. ഇന്നത്തെ കാലത്തുണ്ടല്ലോ, മനുഷ്യന്മാരെ ഉണ്ടല്ലോ അങ്ങനെ ഒബ്സർവ് ചെയ്ത് അവരുടെ എല്ലാം അളക്കിയതിന് ശേഷം മാത്രം അവരായിട്ട് കൂട്ടുകൂടുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് തികച്ചും ഗുണം, അല്ലെങ്കിൽ അത് ഹാനികരമായിട്ട് വരും. അതുകൊണ്ട് ഒബ്സർവേഷൻ സ്കില്ല് കിട്ടാൻ വേണ്ടി ക്ലീനിങ് അങ്ങ് തുടങ്ങിക്കോ. പിന്നെ നമ്മൾക്ക് നമ്മുടെ ഈ ശ്രദ്ധയില്ലേ, ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ആ ഒരു കപ്പാസിറ്റി നമ്മൾക്ക് കൂടും. അത് വേറൊന്നും കൊണ്ടല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളിപ്പോൾ ഒരു മേശപ്പുറത്തിരുന്നിട്ട് എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുവാണ്. ആ മേശ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, അൺഓർഗനൈസ്ഡ് ആയിട്ട് ഇങ്ങനെ അവിടെ ബുക്ക് അവിടെ വാരി കിടക്കണു, കുറേ പേപ്പർ അവിടെ ചിന്നിച്ചിതിരി വാരി കിടക്കണു, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു ടേബിളിൽ ഇരുന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ എഴുതുന്ന സാധനം നമ്മൾക്ക് മര്യാദയ്ക്ക് എഴുതാൻ പറ്റില്ല. എന്താ, നമ്മുടെ ശ്രദ്ധ മൊത്തം പോണത് ആ മേശപ്പുറത്ത് വലിച്ചു വാരി കിടക്കുന്ന ബുക്കിലോട്ടും പേപ്പറിലോട്ടും ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ അവിടെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പേസിൽ ഇരുന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡ് കാമായി, ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ് നമുക്ക് അടിച്ചു, നമ്മൾ ചെയ്യുന്ന എന്ത് പ്രോസസ്സാണെങ്കിലും അത് നമ്മൾക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റും. ഈ ബുക്കും പേനയൊന്നും വേണ്ട, അടുക്കളയിൽ തന്നെ നോക്കിയാൽ മതി. അടുക്കളയിൽ ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്റ്റൗ വൃത്തികേടാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സമാധാനമായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അടുപ്പിലോട്ടേക്ക് മറ്റേ പാത്രത്തിലോട്ടേക്ക് ആയിരിക്കില്ല കണ്ണു പോവുക, മറ്റേ സ്റ്റൗവിൽ കിടക്കുന്ന ആ ഒരു വൃത്തികേടായിട്ടുള്ള സ്ഥലത്തോട്ടേക്കായിരിക്കും നമ്മുടെ കണ്ണു പോവുക. അപ്പം വൃത്തിയായിട്ട് നമ്മൾ സ്റ്റൗവ് ക്ലീൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. പിന്നെ ഇല്ലേ, വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പൈസയൊക്കെ ലാഭിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിപ്പോൾ എങ്ങനെയാണെന്നല്ലേ? സിമ്പിൾ. അതായത് ഉണ്ടല്ലോ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പേസ്, നമ്മൾക്ക് നമ്മുടെ വീട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കുറച്ച് ഡെക്കറൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു ദിവസം അവധി കിട്ടുന്ന സമയത്ത് എപ്പോഴെപ്പോഴും ഈ വെളിയിൽ പോകണം എന്നുള്ളൊരു ചിന്ത വരില്ല. എനിക്കത് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിവിടെ ഫസ്റ്റ് വന്ന സമയത്ത് ഒരിടത്ത് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അവിടെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ആ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ താമസിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ അവധിക്കും ഞങ്ങൾ പുറത്തു പോയിരുന്നു. ഇവിടെയൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇപ്പം അതിൽ മാറ്റമുണ്ട്. നമുക്കിഷ്ടപ്പെട്ട ഒരു സ്പേസ് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇഷ്ടപ്പെട്ട സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റീസൺസ് കൊണ്ടായിരിക്കും. ഇതേപോലെ നമുക്കൊരു കംഫർട്ട് സോൺ നമ്മൾ വൃത്തിക്കും മെനയ്ക്കൊക്കെയാണ് വെച്ച് സൂക്ഷിച്ചുകൊണ്ട് പോകുന്നതെന്നുണ്ടെങ്കിലായിരിക്കും നമ്മൾക്കത് ഇഷ്ടപ്പെട്ട ഒരു കംഫർട്ട് സോൺ ആയിട്ട് മാറുന്നത്. അപ്പം നമുക്ക് ഓക്കെ, പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ തന്നെ ഇരിക്കാമെന്നുള്ളൊരു തോട്ട് വരും. വെളിയിൽ പോയില്ലെങ്കിൽ തന്നെ നമുക്ക് കുറേ പൈസ ലാഭിക്കാൻ പറ്റും. ഇപ്പം ഞാൻ കുറേ റീല് കാണാറുണ്ട്, 24 hours എങ്ങനെയാണ് നിനക്ക് ആ റൂമിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റണേന്നുള്ളൊരു രീതിയിൽ റീലുകളൊക്കെ. കാരണം നമ്മൾക്ക് ഒരു റൂമാണെങ്കിൽ പോലും നമ്മൾക്കത് നല്ല രീതിക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ലോകം നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പുറത്ത് പോകാനേ തോന്നില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ 24 മണിക്കൂറല്ല 48 മണിക്കൂർ വരെ നമ്മൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. അതെല്ലാവർക്കും അറിയാലോ. അഴുക്കും പൊടിയും പൂപ്പലും മാറാലയും പിടിച്ചിരിക്കുന്ന ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് അസുഖങ്ങളൊക്കെ ആയിരിക്കും വരാം. പൊടിയുടെ അലർജി, ചുമ, അങ്ങനത്തെ ഒരുപാട് ഉണ്ടാവൂലേ. പക്ഷെ വൃത്തിയും മെനയുള്ള ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്ന അസുഖങ്ങൾക്കിടെ അളവും കുറയും. എന്ന് കരുതിയിട്ട് വൃത്തിയുള്ള വീട്ടിലുള്ളവർക്ക് അസുഖം വരില്ല എന്നല്ലട്ടാ ഞാൻ പറയുന്നത്. പിന്നെ ക്ലീനിങ് എന്ന് പറയുന്നത് ഒരു തരം മെഡിറ്റേഷനാണ്. ഞാനത് എപ്പോഴും ജപ്പാൻകാരുടെ വീഡിയോസിൽ പറയാറുണ്ട്. അവർ ഏതെങ്കിലും ഒരു സംഭവം ചെയ്യുമ്പോൾ അവരതൊരു റിച്വലായിട്ട് ഒരു പ്രോസസ്സായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നതെന്നുള്ളത്. ഓരോ സ്പേസും വൃത്തിയാക്കുമ്പം അവരൊരു മെഡിറ്റേഷൻ്റെ ഒരു എഫക്റ്റാണ് അതിന് കൊടുക്കുന്നത്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇപ്പം ഞാനന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ അടുക്കളയിൽ സിങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യമോ വിഷമമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിങ്കിൽ നമ്മൾ സോപ്പിട്ട് തേച്ചൊരച്ച് കഴുകി ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സും വൃത്തിയാകുന്ന ഒരു രീതിയുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വിചാരിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. സോ ക്ലീനിങ് ഒരു മെഡിറ്റേഷൻ പ്രോസസ്സ് പോലെ കാണുക. അത് ചെയ്യുമ്പോൾ ഈ കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടില്ലേ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടൊക്കെ ക്ലീനിങ് ചെയ്യാറുണ്ടെന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ക്ലീനിങ് ഈസ് ഈക്വൽ ടു മെഡിറ്റേഷൻ. പിന്നെ നമുക്ക് കുറേ സമയം കിട്ടും. അതിപ്പോൾ ഞാൻ പറയണ്ടല്ലോ, വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടൊരു സാധനം തപ്പിക്കഴിഞ്ഞാൽ കിട്ടില്ല. പക്ഷെ അതേസമയം എല്ലാത്തിനും അതായത് സ്പേസ് അടുക്കും ചിട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയായിരിക്കും ഇന്ന സാധനം എവിടെ ഇരിക്കണേ, ആവശ്യം വരുമ്പോൾ ഓടിപ്പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. പക്ഷേ ഈ സോക്സ് ഞാൻ പറയണില്ല കേട്ടോ, എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എനിക്ക് സോക്സിൻ്റെ പേര് കിട്ടൂല. സോക്സ് നേരാവണ്ണം വെക്കാൻ വേണ്ടി വല്ല ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വൃത്തിയുള്ളവർക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയണേ. അതെന്തോ ശാസ്ത്രം എനിക്കറിയാൻ പാടില്ല. വൃത്തിയുടെ ശീലമുള്ള ആൾക്കാർക്കുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ജോലിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ബിസിനസ് ആണെങ്കിലും നല്ല രീതിക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പൈസ കിട്ടുമല്ലോ. പക്ഷെ അതിൽ എത്രത്തോളം സയൻറ്റിഫിക്കലി പ്രൂവൻ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഹാപ്പിനെസ്. നമ്മൾ താമസിക്കുന്ന ഒരിടം ഇറ്റ്സ് എപ്പോഴും ക്ലീൻ ആണ്, പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾക്ക് നല്ല സന്തോഷവും സമാധാനമായിരിക്കും. ആ സന്തോഷവും സമാധാനം തന്നെയായിരിക്കും നമ്മുടെ ലൈഫിൽ മൊത്തം റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവർക്കും ക്ലീനിങ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ക്ലീനിങ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് ശീലിക്കുക. ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നെ പോലെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.